ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായും സുഖമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ്. 8:30 ആകുമ്പോൾ ഒരു ബെല്ലടി കേട്ടു. എന്താ സംഭവം എന്ന് അറിയോ? എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ പ്ലാറ്റ്ഫോം ഇന്ന് മാറ്റുകയാണ് കേട്ടോ. MESകാരുടെ പുറകെ നടന്ന് 3 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് മാറ്റിത്താ അതൊന്ന് മാറ്റിത്താ. അവസാനം ആ ഒരു സുദിനം വന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അവരുടെ ഓഫീസിൽ പോയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നാളെ രാവിലെ ഫസ്റ്റ് മാഡത്തിൻ്റെ തന്നെയാണ് മാറ്റാമെന്ന്. ഞാൻ വിചാരിച്ചത് വെറും വാക്ക് പറഞ്ഞായിരിക്കും, ചിലപ്പോൾ ഇനി 3-4 ദിവസം എടുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 8:30 ആകുമ്പോഴേക്കും അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം കൗണ്ടർ ടോപ്പൊക്കെ കാലിയാക്കിക്കോ, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വന്ന് ഫിറ്റ് ചെയ്ത് തന്ന്. അങ്ങനെ തിരക്ക് പിടിച്ച് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. സാധനങ്ങൾ മാത്രം മാറ്റിയാൽ പോരാ, ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, അതും കൂടെ പറിച്ച് കളയണം. ആ സ്റ്റിക്കർ പറിച്ച് കളയുന്നത് തന്നെ വലിയൊരു പണിയാണ്. ഇങ്ങനെയുള്ള സ്റ്റിക്കർ ആയതുകൊണ്ട് പേപ്പർ സ്റ്റിക്കർ അല്ല ഇത് കേട്ടോ, ഒരു തരം ഗ്ലോസി ഫിനിഷുള്ള സ്റ്റിക്കറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കുമ്പോൾ വെച്ചാൽ അവിടെ പൊട്ടിപ്പോ, അത് പറിക്കുമ്പോൾ കീറിപ്പോവും. അതിൻ്റെ സിൽവർ കളർ സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ പറ്റിപ്പിടിക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കിരണേട്ടൻ്റെ അടുത്ത് സ്റ്റൗവിൻ്റെ കണക്ഷൻ ഒന്ന് വെടിയിപ്പിച്ചിട്ട് മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ തന്നെ അങ്ങ് ചെയ്തു, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങ് ഓടുകയും ചെയ്തു. സാധനങ്ങൾ മാറ്റലും സ്റ്റൗ എടുത്ത് മാറ്റലും സ്റ്റിക്കർ പറിച്ചതും ഒക്കെ ഞാൻ തന്നെ, വേറെ ആരും ചെയ്യാനാ, ഞാനല്ലാണ്ട്. 3 കൊല്ലം മുന്നേ കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം മാറ്റാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും വരും കംപ്ലയിൻറ്റ് ചെയ്യുമ്പം, എന്നിട്ട് അവർ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് പോവും, വിത്തിൻ 1 വീക്ക് മാറ്റിത്തരാം എന്ന് പറയും. ഒന്നും നടക്കില്ല. എപ്പോഴും വരുമ്പോൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ല എന്ന്. പക്ഷേ എന്നാലും ഇപ്രാവശ്യം മെഷർമെൻ്റൊക്കെ എടുത്ത് പോയപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യമെങ്കിലും മാറ്റി കിട്ടുന്നു. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചത്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷർമെൻ്റ് എടുക്കാൻ വന്ന സമയത്ത് ഡിസംബറിൽ ഇപ്പം 10 ദിവസത്തെ ലീവ് വരും, അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകും, അതിന് മുന്നേ മാറ്റിത്തരില്ലേ എന്നൊക്കെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് സാധനം വരേണ്ട താമസമേ ഉള്ളൂ മാം, അപ്പം തന്നെ മാറ്റിത്തരുന്നു. ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ അവർ പറയാം സാധനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രതീക്ഷ ഫുള്ള് വിട്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഈ സ്റ്റിക്കർ പറിക്കുക എന്നുള്ള പണിയാണ് കേട്ടോ. ഇത് പിന്നെ മെനക്കെട്ട പണിയാണ്, ഒട്ടിക്കുന്നതിനേക്കാളും മെനക്കെട്ട പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത്. ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ അവസാനം എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ കണ്ടവരൊക്കെ ചൂടാവും. അങ്ങനെയുള്ള ചില വൃത്തികെട്ട സ്വഭാവമുണ്ട് എനിക്ക്. ആ കറക്റ്റായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അതേ ഒരവസ്ഥയാണ് സ്റ്റിക്കർ പറിക്കുമ്പോഴും. ഇത് ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ സ്റ്റിക്കർ പറിക്കുന്നത് കേട്ടോ. ആദ്യത്തേത് വലിയ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഒട്ടിച്ചതും ഇനിയിപ്പം തേർഡ് ഒട്ടിച്ചതും പറിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പറിച്ചാലും കാര്യമില്ല, അതിൻ്റെ അടിയിലുള്ള പോർഷൻ അവിടെ തന്നെ ഒട്ടിപ്പിടിക്കും. അത്രയും പശയുള്ള സാധനമാണ്. പിന്നെ അത് കൈനെ കൊണ്ടൊക്കെ നോണ്ടി പറിച്ചെടുക്കണം. ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ പ്ലാറ്റ്ഫോമിൻ്റെ ശരിക്കുള്ള അവസ്ഥ. അപ്പോൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പണിയെടുക്കുക? ഞാൻ വിചാരിച്ചത് ആകെ കൊളാവും, ഫുള്ള് പൊടി പിടിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനവും മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേ ഇരുന്നത് കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല മാഡം, പൊടിയൊന്നും പിടിക്കില്ല. ജസ്റ്റ് ആ ഉള്ള പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ സിമെൻറ്റ് തേച്ചിട്ട് ഈ ഒരു പുതിയ സ്റ്റോൺ അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുകയുള്ളൂ, അതല്ലാണ്ട് പൊടിയൊന്നും വരില്ല. അവർ പറഞ്ഞ പോലെ തന്നെ പൊടിയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നിലത്തൊക്കെ സിമെൻറ്റിൻ്റെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്രമാത്രം. അത് പിന്നെ ജസ്റ്റ് അടിച്ചു വാരി തുടക്കേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഈ കൗണ്ടർ ടോപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അവരെടുത്തിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ. എന്നുവെച്ചാൽ പണി തുടങ്ങിയിട്ട് സാധനമൊക്കെ കുറച്ച് കൊണ്ടുവയ്ക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് പണി തുടങ്ങിയിട്ട് 10 മിനിറ്റുള്ള അവരെ പണി തീർത്തിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ശരിക്കും ഇത് മെനക്കെട്ട പണിയായിരിക്കും, ആകെപ്പാടെ എൻ്റെ വീട് ഫുള്ള് വൃത്തിയേടാവും, പൊടി പിടിക്കുന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എൻ്റെ കൗണ്ടർ ടോപ്പ് ഇവിടെ ശരിയായിരിക്കുകയാണ്. ഇനി എനിക്ക് സ്റ്റിക്കർ ഒട്ടിക്കലും പറിക്കലും എന്നുള്ള പണി ഉണ്ടാവില്ലല്ലോ, അതന്നെ വലിയ ആശ്വാസം. അവർ പോവേണ്ട താമസമില്ലാണ്ട് ഞാൻ കിച്ചണൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കൂട്ടി അധികം തുടയ്ക്കേണ്ട, 1 മണിക്കൂറേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ആ പ്ലാറ്റ്ഫോം അരുവൊന്നും തൊടാണ്ട്, സിമെൻറ്റും തേച്ച ഭാഗമൊന്നും തൊടാണ്ട് വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ചത് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ സെറ്റപ്പൊന്നും അധികം മാറ്റുന്നില്ല, ആ പഴയ സെറ്റപ്പ് തന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഷെൽഫുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, കുപ്പികളൊക്കെ ഒന്ന് തുടച്ചു, അത്രമാത്രം. എന്തായാലും എല്ലാം പുറത്തെടുത്തതാണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്നങ്ങ് വിചാരിച്ചു.
എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു റെഡ് കളർ നംകീൻ്റെ ഡബ്ബയുണ്ടല്ലോ അതെവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന്. അത് മാർക്കറ്റ് 99 വാങ്ങിച്ചതാണ് കേട്ടോ. മാർക്കറ്റ് 99 നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്, പക്ഷേ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 300 രൂപ അങ്ങനെ എന്തോ ആണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന വൈറ്റ് സ്റ്റാൻഡ് അത് അയക്കേണ്ടതാണ്. ഈ ഒരു സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ. ചെറുതായിട്ടൊന്ന് സെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ മിക്സ്ചറിൻ്റെ ഡബ്ബയൊക്കെ ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രയും നല്ല ലെഫ്റ്റ് സൈഡിൽ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു വൈറ്റ് സ്റ്റാൻഡിൻ്റെ അടിയിലേക്ക് അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അടിയിലേക്ക് വെച്ചു. അങ്ങനെ കിച്ചൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയുള്ളത് ലെഫ്റ്റ് സൈഡും പിന്നെ മുകളിലുള്ള റാക്കുകളും മാത്രമേ ബാക്കിയുള്ളൂ. റാക്കിൻ്റെ മുകളിൽ നിന്നും എല്ലാ ഡബ്ബകളും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് റാക്കിലെ സാധനങ്ങൾ മാത്രമേ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും ഈ കിച്ചൺ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഒരു മൈക്രോവേവിന് വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ എവിടെയും വെക്കാൻ പറ്റില്ല, അവിടെ മാത്രമേ തീപ്പിന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചുമരിൻ്റെ മുകളിലൊക്കെയാണുള്ളത്. അവിടെ ഒന്നും കൗണ്ടർ ടോപ്പ് ഇല്ലാതാനും. ഈ മൈക്രോവേവിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ സെറ്റപ്പും ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രേയും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ ആ ഒരു പോട്ടൊക്കെ മീഷോന്നാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇനിയുള്ളത് ഈ ഫസ്റ്റ് റാക്കും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അതിലൊക്കെ മസാലപ്പൊടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. കുഞ്ഞു കുഞ്ഞു ഡബ്ബകളാട്ടോ വയ്ക്കുന്നത്. ഈ ഡബ്ബകളൊക്കെ അധികവും ഫ്ലിപ്കാർട്ട് അതല്ലെങ്കിൽ ലോക്കൽ പർച്ചേസാണ്. പിന്നെയുള്ളത് കാപ്പിപ്പൊടീൻ്റെ കുപ്പികളൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ആ കുഞ്ഞു കുഞ്ഞു കാണുന്നില്ല, അത് കോഫി പൗഡറിൻ്റെ ഡബ്ബയാണ്. അങ്ങനെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിവിടെ വെച്ചു. ഫ്രൂട്ട് ബാസ്ക്കറ്റും മാറ്റാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിന് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കിച്ചണൊക്കെ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമേ വരുത്തിയിട്ടുള്ളൂ. മെയിനായിട്ടുള്ള വ്യത്യാസം കൗണ്ടർ ടോപ്പിൻ്റെ സ്റ്റിക്കർ മാറിയിട്ട് സ്റ്റോൺ ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു മേക്ക് ഓവർ അത്രമാത്രം. എന്നാൽ പിന്നെ ശരി കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ കിച്ചൺ? ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.